ശ്രീകുമാർ വ്ലോഗ്സിലേക്ക് സ്വാഗതം. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ വ്ലോഗുമായി നിങ്ങളെ സമീപിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ കേരളത്തിൽ അതുപോലെ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ മാമ്പഴക്കാലമാണ്. അപ്പം മാമ്പഴം അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് മാറ്റി സൂക്ഷിക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല. മാമ്പഴം നമ്മൾ കുറേ മാമ്പഴം നമ്മൾ കഴിക്കും. ചിലപ്പോൾ ഒരു പുളിശ്ശേരിയോ മാമ്പഴ പുളിശ്ശേരിയോ അല്ലെങ്കിൽ ഒരു മാമ്പഴ പായസമോ ഒക്കെ ഉണ്ടാക്കും. എന്നാൽ വളരെ സുഭിക്ഷമായി ധാരാളം നമ്മുടെ പറമ്പുകളിലൊക്കെ നമ്മുടെ പുരയിടത്തിലൊക്കെ ധാരാളമുള്ള മാമ്പഴം വെറുതെ നശിച്ചു പോവുകയാണ്. നമുക്കിതിനെ എങ്ങനെ 1 വർഷമോ 2 വർഷമോ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റുമെന്നാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-ലധികം വർഷമായിട്ട് ഞങ്ങൾ ഈ മാമ്പഴം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇത് സൂക്ഷിച്ച് വെച്ചാൽ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ 2 വർഷം യാതൊരു കേടും കൂടാതെ ഇരിക്കും. നമുക്ക് മാമ്പഴ പുളിശ്ശേരിയോ ഏറ്റവും ബെസ്റ്റായിട്ട് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ മാമ്പഴക്കാലത്ത് സുഭിക്ഷമായിട്ട് ലഭ്യമാകുന്ന ഈ മാമ്പഴം എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം, 1-2 വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കത്തക്ക രീതിയിൽ എങ്ങനെ അതിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കാം എന്ന് ആണ് നമ്മളിവിടെ പരീക്ഷിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ മാമ്പഴമാണ്. ഇത് മൈലാപ്പൂ എന്ന് പറയുന്ന തികച്ചും നാടൻ ഒരു മാമ്പഴമാണിത്. നമ്മളുടെ പുരയിടത്തിൽ തന്നെ ഉണ്ടായ മാമ്പഴമാണ് ഇത്. ഞാനിപ്പോൾ ഇതൊരു 30 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞ്, വേറെ യാതൊന്നും ചെയ്തിട്ടില്ല, തൊലി കളഞ്ഞ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വയ്ക്കുന്നു. ഇതിന് വേണ്ട സാധനങ്ങൾ വെറും 3 ഘടകങ്ങൾ മാത്രം മതി ഇതിന്. ഒന്ന് ശർക്കരയാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് പഴമാങ്ങ പച്ചടിയുടെ പ്രിപ്പറേഷനായിട്ടാണ്. ഇതിനകത്ത് നിന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാറ്റിയാൽ, എന്നിട്ട് നമ്മളിത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചാൽ നമുക്ക് ഇത് പഴമാങ്ങ പ്രഥമൻ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം 2 രീതിയിലും ചെയ്യാം. ഇത് ശർക്കര മാത്രം ചേർത്ത് പാചകം ചെയ്തെടുത്താൽ നമുക്ക് പഴമാങ്ങ പച്ചടിയും ഉണ്ടാക്കാം, പഴമാങ്ങ പായസവും പ്രഥമനും ഉണ്ടാക്കാം. എന്നാൽ ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താൽ നമുക്ക് ഇതുകൊണ്ട് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ 2 വർഷത്തിലധികം നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. നമ്മൾ ഇവിടെ 30 പഴമാങ്ങ അതിൻ്റെ തൊലി നീക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒന്ന് വയ്ക്കാം. ഇനിയും നമ്മൾ ഈ മാമ്പഴം മൂടത്തക്ക രീതിയിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. ഈ മാമ്പഴം പൂർണ്ണമായിട്ടും മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ചേർത്തു. ഇതിനിയും നന്നായിട്ട് ഒന്ന് തിളച്ചു വരണം. ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. അത് നന്നായിട്ട് തിളച്ചു വരണം. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം ഈ മാമ്പഴം ഏകദേശം മൂടി വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി തുടക്കത്തിൽ. അപ്പോൾ നമ്മൾ 30 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ മൂടത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു. ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കൂടെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് 2 വർഷത്തോളം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വേവ് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലണം. അതുകൊണ്ട് തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ തിളപ്പിച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ 30 മാമ്പഴം അത് പൂർണ്ണമായിട്ടും മൂടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ജലാംശം 50% വറ്റിക്കഴിഞ്ഞു. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം.
1.5 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയുമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ആണ് നമ്മളിവിടെ ചേർക്കുന്നത്. രണ്ടാമത് 1 സ്പൂണും കൂടെ. ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അല്ലെ 2.5 ടീസ്പൂൺ വരെ ആകാം കാശ്മീരി ചില്ലിപ്പൊടിയും ചേർത്തു. നമ്മളിതിനെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു 30 മാമ്പഴം പാകമായി വരണമെങ്കിൽ നമുക്ക് ഏകദേശം 30 മിനിറ്റ്, അരമണിക്കൂറാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ ജലാംശം 50% വറ്റിയിരിക്കും. ഇനി ഒരു 15 മിനിറ്റ് പരമാവധി മതി. വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയിരിക്കും. വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ വെള്ളം പൂർണ്ണമായിട്ടും ഒന്ന് വറ്റാൻ വേണ്ടി കാത്തിരിക്കുക. ഇടയ്ക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതങ്ങനെ ഇത് മാങ്ങയ്ക്കുള്ളിൽ ഒരു എണ്ണ മാങ്ങയ്ക്കുള്ളിലുള്ളത് കൊണ്ട് തന്നെ അതൊരു നെയ്യുടെ എഫക്റ്റാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കുക, പാത്രത്തിൻ്റെ അടിയിൽ പറ്റി പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ മാമ്പഴം നമ്മളത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ ഈ സ്റ്റൗവിൽ വെച്ചത്. ഒരു മീഡിയം കൊമേഴ്ഷ്യൽ സ്റ്റൗ ആയിട്ട് കൂടെ നമ്മളൊരു മീഡിയം ഇതിൽ വെച്ചതേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട പൂർണ്ണമായിട്ടും ആ വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചതാണ്. അപ്പോൾ ഒരു കൃത്യം അരമണിക്കൂർ സമയമായി. അരമണിക്കൂർ കൊണ്ട് ആ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി വലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ശർക്കര പൊടിച്ച ശർക്കരയാണ്. ഇങ്ങനെ ശർക്കര പൊടിയായിട്ട് കിട്ടും. അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല കറുത്ത ശർക്കര ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഞാനിതിന് ഇപ്പോൾ ചേർക്കുന്നത് 750 ഗ്രാം ശർക്കരയാണ്. അപ്പോൾ നമ്മൾ 30 മാമ്പഴം ആണ് എടുത്തത്. അതിന് നമ്മൾ 750 ഗ്രാം ശർക്കര ഇതിലേക്ക് ചേർത്തു. അപ്പം വെള്ളം ഏകദേശം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. വറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ശർക്കര ഇതിലേക്ക് ചേർത്ത് ഇനി നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മാമ്പഴത്തിൻ്റെ ഒരു വലിയ ഗുണം ഇത് നമ്മൾ ഈ ഉരുളിയുടെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മാമ്പഴത്തിനുള്ളിൽ നിന്നും ഒരു ഓയിൽ വരും. അപ്പോൾ അത് ഒരു നെയ്യുടെ എഫക്റ്റാണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് പാചകം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ പറ്റി പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയും നമ്മളിത് ഈ ശർക്കര നല്ല ദൃഢമാകുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി വറ്റിക്കുക. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ സമയം എടുക്കുകയുള്ളൂ. വെള്ളം വലിയാൻ വന്ന അത്രയും സമയം വേണ്ടി വരില്ല. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കാം. നമ്മളുടെ മാമ്പഴം നമ്മൾ അത് പ്രിസർവ് ചെയ്യത്തക്ക രീതിയിൽ വേവിച്ചെടുത്ത് വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും നമ്മളിത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ അകത്ത് ജലാംശം വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് 750 ഗ്രാം ശർക്കര ചേർത്തു. ആ ശർക്കരയിലെ ജലാംശവും പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാമ്പഴം ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നു. പൂർണ്ണമായിട്ടും അത് വെള്ളത്തിൽ മൂടി കിടക്കത്തക്ക രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. ആ വെള്ളം മുഴുവൻ വറ്റി. അതിനുശേഷം നമ്മൾ ശർക്കര 750 ഗ്രാം ശർക്കര ചേർത്തു. ആ ശർക്കരയിലെ വെള്ളവും പൂർണ്ണമായിട്ട് വലിഞ്ഞ് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിനി നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ കൂടി ഒരു 3-4 മാസം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഇത് നല്ല അടപ്പുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ 2 വർഷം, അതിശയോക്തി പറയുന്നതല്ല, 24 മാസം എങ്കിലും നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തതുകൊണ്ട് ഇത് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ടാണ് പറ്റുക. ഇതിൽ ഈ പാചകത്തിൽ ആകെ 2 കാര്യങ്ങൾ കുറച്ചാൽ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒഴിവാക്കിയാൽ ഇത് നമുക്ക് എന്ന് വേണമെങ്കിൽ അടുത്ത 2 വർഷത്തേക്ക് നമുക്ക് പഴമാങ്ങ പ്രഥമൻ ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ നമ്മൾ വറ്റിച്ചെടുത്ത ഈ പഴമാങ്ങ കൊണ്ട് എങ്ങനെ പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാം എന്ന് അടുത്ത ആഴ്ച കാണിക്കാം. അതിൻ്റെ പിന്നീട് വരുന്ന ആഴ്ചയിൽ എങ്ങനെ ഈ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന പഴമാങ്ങ കൊണ്ട്
പഴമാങ്ങ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത 2 എപ്പിസോഡുകളിലായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സഹകരിക്കുക, അടുത്ത എപ്പിസോഡിന് വേണ്ട സപ്പോർട്ട് നൽകുക. താങ്ക് യു.